കൊച്ചിൻ സംഘകലയുടെ നാടകം കാണുവാനെത്തിയിരിക്കുന്ന ഗുരുതുല്യരായ സ്നേഹ സദസ്സിന് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംഘകലയുടെ ചാരുതയിൽ സ്നേഹഗാഥകളുണരട്ടെ. സംഘകലയുടെ ചാരുതയിൽ സ്നേഹഗാഥകളുണരട്ടെ. സങ്കടവാരിധി കരകയറാൻ സാന്ത്വനനന്ദുടി നീട്ടട്ടെ. സങ്കടവാരിധി കരകയറാൻ സാന്ത്വനനന്ദുടി നീട്ടട്ടെ. സംഘകലയുടെ ചാരുതയിൽ സ്നേഹഗാഥകളുണരട്ടെ. സങ്കടവാരിധി കരകയറാൻ സാന്ത്വനനന്ദുടി നീട്ടട്ടെ. ധർമ്മം ചാലിച്ചിനി ഞങ്ങൾ മാനവ ജീവിതമെഴുതട്ടെ. നർമ്മം ചാലിച്ചി ഞങ്ങൾ മാനവജീവിതമെഴുതട്ടെ. മാനവ ജീവിതമെഴുതട്ടെ. വിശ്വാസം അത് അമൂല്യമാണ്. എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്, പുലർത്തപ്പെടേണ്ടതുമാണ്. ദൈവവിശ്വാസം, രാഷ്ട്രീയ വിശ്വാസം, പരസ്പര വിശ്വാസം, ആത്മവിശ്വാസം തുടങ്ങി എല്ലാം. വിശ്വാസം മാനവികതയുടെ അടിസ്ഥാന ശിലയുമാണ്. പക്ഷേ ഒരു വിശ്വാസവും അമിതമാകരുത്, അന്ധവുമാകരുത്. കടല് കാണാത്ത കപ്പിത്താൻ. പൂത്തതുപോലൊരു നെൽക്കതിർ കണ്ട എന്നിട്ട് തന്റെ കിടങ്ങൾ പാടണ കിട്ട. തന്റെ പൂത്തതുപോലൊരു നെൽക്കതിർ കണ്ട എന്നിട്ട് തന്റെ കിടങ്ങൾ പാടണ കിട്ട. നീരായ നീലപ്പാലിൽ തിരയാക്കിൽ പാടി വണ്ണാക്കി കുളിച്ചിട്ടേ നേരം തെറ്റിയ നേരം. കേട്ടോടി കിടത്തി നിനക്കൊരു മാലവന കിട്ടിയ കായും കൊണ്ട് ഞാനും മലങ്ങടിയേ. പട്ട ഷോപ്പിൽ കയറിയ നേരം കള്ളും തമ്മിൽ കൂട്ടിയ നേരം സത്യാട്ടും കൊണ്ടേ നീ മരവിൽ പോലെ തങ്കക്കതിർ പൂത്തതുപോലൊരു നെൽക്കതിർ കണ്ട
1800-കളിൽ നാടുവാണിരുന്ന ഒരു നാടുവാഴിക്ക് രാത്രികാല അവധസഞ്ചാരത്തിന്റെ അസ്കിതയുണ്ടായിരുന്നു. തന്റെ വെപ്പാട്ടി വീടുകളിൽ വള്ളം തുഴഞ്ഞ് തന്നെ എത്തിച്ചിരുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായ തോണിക്കാരന് നാടുവാഴി പ്രതിഫലമായി കൽപ്പിച്ചു നൽകി കപ്പിത്താൻ പട്ടം. ഒപ്പം ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും കരഭൂമികളും തുല്യം ചാർത്തിക്കൊടുത്തു. വള്ളക്കാരന്റെ പിൻതലമുറ പിൽക്കാലത്ത് കപ്പിത്താൻ കുടുംബം എന്നറിയപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ കപ്പിത്താൻ കുടുംബക്കാരനവർ ചക്രപാണി കപ്പിത്താന്റെ ഒരു കുളിസീനിലൂടെ സഹർഷം നമുക്ക് ഈ നാടകം ആരംഭിക്കാം. അല്ലയോ എന്റെ ഈശ്വരന്മാരെ, എപ്പോഴാ ഈ നീരാട്ടൊന്ന് കഴിയുക? വലിയ കപ്പിത്താനാണ് പോലും വലിയ കപ്പിത്താൻ. 150 എണ്ണം വരെ മുങ്ങിക്കിടക്കുമെന്ന് അങ്ങയുടെ ധാരണ. കണക്ക് തെറ്റിച്ചാൽ ഞാൻ എങ്ങുന്നുള്ള കാര്യം ഈ കോങ്കനുണ്ടോ അറിയുന്നു. അങ്ങയുടെ കണക്ക് കൂട്ടാൻ ബാല്യക്കാരനായി ചേർന്നിയും ഇല്ലാത്ത കണക്ക് കൂട്ടുന്ന വലിയ കപ്പിത്താൻ. സത്യം, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാണേ. 108, 110. മതി 108 വരെ മതി. മതി എന്തോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ 108 വരെ മതിയെന്ന്. മതി. എന്തോ എന്നേക്കാൾ എത്ര വയസ്സിന് എളുപ്പമാണ് നിന്നെ കൊണ്ട് പറ്റുമോ 108 എഴുതുന്നത് വരെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കാൻ? ഒരു 59 വരെ. എന്നാലേ നിനക്കൊരു 69 ഒക്കെ ആകുമ്പോഴേക്കും പരലോകത്തു നിന്നുള്ള നിന്റെ വിസായിക്കെത്തും. അതൊരു 1 വർഷം കൂടെ ഒന്ന് നീക്കി തരാമോ? അല്ല, സപ്തതി ആഘോഷിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോകാനാ ഇദ്ദേഹം വിചാരിച്ചാൽ ഞാനൊന്ന് നോക്കട്ടെ. 108 വയസ്സിൽ വെച്ചിട്ട് ഈ ചക്രവാണി കപ്പിത്താൻ കണ്ണടയ്ക്കൂ. വലിയ കപ്പിത്താൻ 16,000 തികച്ചിട്ടേ മടങ്ങാവുന്ന എന്റെ യാത്ര. നീ എടുത്ത കണക്കപ്പുഴയാളാ ഇതേതാ 16,000. ഇന്നലെ രാത്രിയിലത്തേക്ക് 17,318. ഭഗവാനെ, അതിനും കണക്കും. ഇതെന്തൊരു മനുഷ്യനാളായത്. നിന്റെപ്പം പറയത്തില്ല. ഏതാണ്ടൊക്കെ സാധനങ്ങൾ ഒരു സഞ്ചിക്കകത്ത് കുത്തി നടത്ത് നമ്മുടെ നാടൻ തോക്കുമായിട്ട് എങ്ങാണ്ടൊക്കെ പോയി. എന്റെ ദൈവമേ, നാടൻ തോക്കുമായിട്ടോ? അവൻ നാടൻ തോക്കുമായിട്ട് പോകുന്ന കണ്ടിട്ട് അവനെ അങ്ങോട്ട് വിട്ടിട്ട് നീ ഇങ്ങോട്ട് പോകല്ലേ പോകല്ലേ എന്ന് ഞാനൊരു 100 വട്ടം പറഞ്ഞു. ഏപ്പട്ടെ, ഇതല്ലേ ദോര. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിൽ നന്നും പിന്നെ മാറില്ലല്ലോ. അവൻ ആ തോക്കുമായിട്ട് പോയിട്ട് എന്നെ ഉണ്ടാക്കാനാണ് ഉന്നം തെറ്റാതെ വെടിവെക്കാൻ പോകുന്നത്. തോക്കിനകത്ത് ഉണ്ട നടക്കാൻ അറിയാമെന്ന ഇവൻ ആ തോക്കുമായിട്ട് പോയിട്ട് എന്നെ ഉണ്ടാക്കാനാണ്. അത് പിന്നെ പൊട്ടക്കണ്ണന്റെ മാവേലേത് പോലെ എന്തെങ്കിലും സംഭവിച്ചാലോ? സംഭവിക്കും. നിനക്കറിയാമല്ലോ, ഞാൻ ആ തോക്കുമായിട്ട് ഇറക്കാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നത്തെ മേളം എന്തായിരിക്കുമെന്ന്. ഞാൻ ആ തോക്കുമായിട്ട് ഇറങ്ങിയാൽ ആ തോക്കുമോനയിൽ നിന്ന് എത്ര പറവുകളാണ് അറിയാം. പറഞ്ഞ സരസ കൊച്ചി കല്യാണി താറാവ് സാറാമ്മ അങ്ങനെ എത്ര പറവകൾ അറിയാലോ. എന്തോ പക്ഷേ എന്റെ കൊച്ചുമോനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ അതിനുള്ള കഴിവും പ്രാപ്തിയും വല്ലോ ഉണ്ടോ? അല്ല, പ്രായം ഇത്രയുമായില്ലേ, ഒരു കല്യാണമെങ്കിലും നടന്നോ? ഇങ്ങനെങ്കിലും ഒരു പെൺകൊച്ച് അവന്റെ ജീവിതത്തിലേക്കും ഈ കുടുംബത്തിലേക്കും മറുകാലം വെച്ച് കേറി. അത് പണിയുന്നതിന്റെ മാത്രം കുഴപ്പമാണല്ലോ. ആണോ? ദൈവദൃശ്യമില്ലേ അത്തരം പരിപാടികളല്ലേ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ മുങ്ങി കുളിച്ചിട്ട് വരാം.
മീന് അത് നിനക്കെന്താണ് കഴിക്കത്തറോ നഷ്ടപരിഹാരം ഉണ്ടായിരുന്നു പറയാമോ? നിനക്ക് 1,00,000 രൂപ നഷ്ടം വന്നു. അത് ഞങ്ങൾ പരിഹരിക്കാനുണ്ടോ? നീ നിന്റെ പണി നോക്കണം. അവനെ ഇങ്ങനെ കയറൂരി വിട്ട പള്ളിപ്പറമ്പിൽ എല്ലാരും നോക്കിയിരിക്കണം. ആ അങ്ങോട്ട് വന്നേക്കാൻ ബാക്കി വെച്ചേക്ക് ഞാൻ കൊച്ചുമായിട്ടങ്ങ് വരാം. പണി നോക്ക ഭഗവാനെ. ഇപ്പൊ മീനെല്ലാം ജീവനും ഓടി രക്ഷപ്പെട്ടുകാണ്. കുടുതൂടി ഇല്ലാതെ എന്തോ ഏത് അദ്ദേഹം? അദ്ദേഹം അങ്ങേക്കരയിലേക്ക് നീന്തി പോയിരിക്കുക. നങ്കൂരമില്ല. നിനക്ക് കാണാൻ ഞാൻ നീയാണ് എന്നെ കാണിക്കാത്ത, ഈ നാട്ടുകാരെ കാണിക്കാത്ത, ഈ അടുത്ത നാട്ടുകാരെ കാണിക്കാത്ത ഏക വ്യക്തി എന്റെ ഭാര്യ ആരാടാ ആറ്റിക്കൊണ്ട് ബോംബിട്ടത്? ബോംബിട്ടു ആറ്റിൽ ആറ്റിൽ മീൻ പിടിക്കാൻ തോട്ടായിട്ട്. മീൻ പിടിക്കാൻ തോട്ടായിട്ടോ? അവന്റെ മുതുതമ്മയായ ഞാൻ കുളിക്കാൻ ഇറങ്ങിയപ്പം എന്റെ നെഞ്ചത്തോട്ടാണ് ഇവിടെ തോട്ട അറിയുന്നത്. അയ്യോ വാങ്ങാൻ പോകണ്ടേ? വീശനാ വീശേ. എവിടാ വീശണ്ടേ? അയ്യോ ഭഗവാനെ, ഇതിനെ വീശനെ ആനെ തന്നെ കൊണ്ടുവരാം. എന്തിയടാ കാലാവർക്ക്? തോട്ടം പൊടിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടിയില്ലേ? ഈ തോട്ടം നമ്മുടെ ഇവിടെ താറ്റിപ്പൊട്ടിക്കാം. അതേടാ ദിവസത്തിന് മുമ്പ് ഇവന്റെ തന്തയുടെയും തള്ളയുടെയും തലയങ്ങ് കൂടി കിട്ടി. അത്രയ്ക്കും രാശിയാ. പിന്നെ തന്തയും തള്ളയില്ലാതെ ദുഃഖം അറിയിക്കാതാ ഇവനെ ഞാൻ വളർത്തിയത്, ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നതും. ആ എന്നെയാ ഇവനെ ഞാൻ എന്നെ വിമർശിക്കാൻ താക്കോൽ പിടിപ്പിക്കണം. താക്കോൽ പിടിപ്പിക്കാൻ എന്റെ അപ്പൂപ്പനാ
നാടകരചന സുനിൽ കെ ആനന്ദ്. ഗാനങ്ങൾ ചെമ്പഴന്തി ചന്ദ്രബാബു, തണ്ണീർമുക്കം ഓമനക്കുട്ടൻ. സംഗീതം അനീഷ് സിംഫണി. പാടിയവർ ഡോക്ടർ നിതിൻ സോമൻ, പ്രിയങ്ക ശശിധരൻ. രംഗപടം വിജയൻ കടമ്പേരി. മുഖ്യ സഹായി മനോജ് മൈത്രി. റെക്കോർഡിംഗ് സിംഫണി ഡിജിറ്റൽസ് ചക്കുവള്ളി. ശബ്ദ നിയന്ത്രണം വേണു വാരനാട്. പ്രകാശ നിയന്ത്രണം അനസ് മാടവന. രംഗമൊരുക്കുന്നവർ തിരുനെല്ലൂർ ഗോപിനാഥൻ, കാർത്തികേയൻ പള്ളിപ്പുറം, സ്വാമിനാഥൻ പള്ളിപ്പുറം. വസ്ത്രാലങ്കാരം ജെയിംസ് ചങ്ങനാശ്ശേരി. രംഗോപകരണങ്ങൾ വക്കം മാഹിൻ. പരസ്യകല സാബു കമൽ. ചീഫ് കോർഡിനേറ്റർ രാജേഷ് ദേവ്. സംഘാടകൻ വാരനാട് ബാബു. അന്വേഷണങ്ങൾക്ക് സെക്രട്ടറി കൊച്ചിൻ സംഘകല വാരനാട് PO ചേർത്തല. രംഗത്ത് സർവശ്രീ കലാശാല മുരളി, പനാമ ജോസ്, അബ്ബാസ് ഖാൻ, രാജേഷ് ദേവു, ചേർത്തല ലേഖ, സന്ധ്യാരാമൻ. ഒപ്പം സ്വാമിനാഥനും തിരുനെല്ലൂർ ഗോപിനാഥൻ. സഹസംവിധാനം ദേവൻ മിഥില. ദീപ സംവിധാനവും നാടക സംവിധാനവും ബിമൽ മുരളി. എന്തോ നിന്നെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോടാ. ആ എന്തൊക്കെ വിശേഷങ്ങൾ? വിശേഷം പറയത്തക്കൊന്നുമില്ല. സുഖമാണോ ഇപ്പോൾ സുഖമാണ്. പിന്നെ നിന്നെ കണ്ടുവരുന്നായാലും നന്നായി. എന്താച്ചോ? ഇന്ന് വൈകിട്ട് പള്ളിയിലെ പ്രദർശനം തുടങ്ങി വെക്കേണ്ടത് ചക്രവാണി വലിയ കപ്പിത്താനാ. അത് വർഷങ്ങളായി തുടരുന്ന ഒരു ആചാരമാണ്, അറിയാലോ. അതുകൊണ്ട് വൈകിട്ട് വൈകാതെ തന്നെ ഈ പള്ളിയിലോട്ട് വലിയ കപ്പിത്താനെ കൂട്ടി വരണം. മറക്കരുത്. ആ അത് മതി. എന്തോ ഇന്നലെ പുഴയിലെങ്ങാണ്ട് തോട്ട പൊട്ടിയെന്നോ മറ്റെന്തൊക്കെയോ സംഭവിച്ചതൊക്കെ നാട്ടുകാർ പറയുന്നത് കേട്ടടാ. ഉള്ളതാണോ? വെറുതെ ആൾക്കാർ പറയുന്നു. ഒരു കാര്യം അല്ല, പരിഗണനയില്ലല്ലോ. ഒരു കാര്യം ആ അത് മതി. എന്തോ നാരാ? എന്താ എങ്ങനെ ഇരിക്കണം? രണ്ട് കുട്ടി തന്നെ ഇരിക്കണം. കപ്പിത്താന്റെ അടന്നു പോയെങ്കിൽ ഞങ്ങൾ ചെടിക്കോൾ വെച്ച് ഒട്ടിട്ടോളാം. നീ നിന്റെ പണി നോക്കടാ. ചൊറാഴ്ചക്കാരെ ഞാൻ അവിടെ വെച്ച് കണ്ടോളാം. നീ നിന്റെ പാട്ടിൽ കൂടാ. അന്വേഷണക്കാരെ പോകൂടെ? ഓരുടെ വീട് കുത്തി ഞാൻ തോന്നിച്ചിടാം. അടുത്ത ചൊറായി ഇന്നലെ വലിയ കപ്പിത്താന്റെ എതിരെ പൊട്ടിയിട്ടുണ്ട്. അതും സംഭവമായി നാട്ടുകാരും മൊത്തം പള്ളി പെരുന്നാളോ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടാകുന്നോണ്ട് സംഭവം മൊത്തം പാട്ടായി. കൊച്ചുമുതലേ അപ്പൂപ്പന്റെ ജാമ്യക്കാരെ തോട്ട പൊട്ടിച്ച അല്ല നമ്മളെ വലിയ കപ്പിത്താനെ കൊന്നിട്ടൊക്കെ പോകാൻ പറ്റും. അതാ മൊത്തം വെന്ത് പോയാ നീ നിന്റെ പണി നോക്കടാ. അല്ല നാട്ടുകാർക്ക് ഭാഗ്യത്തിരിക്കാൻ ഒരു കാര്യം അല്ല. ഇത്ര പ്രായമായിട്ടും നമ്മുടെ കൊച്ചു കപ്പിത്താന്റെ കല്യാണമൊന്നും ആയില്ല. ഇല്ല തറവാട്ട് മുഖമയും ഇട്ടുകൂടാ കാശ് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അതിനെയാണ് ഒരു യോഗം. അല്ല ആ ചെക്കൻ നോക്കണ്ടേ ഒരു അന്തിക്കൂട്ടുള്ളൂ. അതെങ്ങനെയാ? ഇപ്പോഴും 30-35 വയസ്സായിട്ടും അപ്പൂപ്പന്റെ കൂടെ അല്ലേ കുഞ്ഞുവാവയുടെ വണ്ടികളൊക്കെ. കുട്ടിയെ നിനക്ക് കപ്പിത്താന്മാരുടെ കാര്യത്തിൽ ഇത്ര വലിയ ചൊറിച്ചില് ഒരു ഓലത്തുകാരൻ വന്നിരിക്കുന്നു. എടാ കൊച്ചു കപ്പിത്താൻ ചുഴലിമീനോ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ കൂടെ കൊണ്ട് കിടക്കുന്നതും കൂടെ ഇരുത്തുന്നതും കൂടെ കിടക്കി ഉറക്കുന്നതും. അല്ല ഈ അരിയക്കൂട്ടിന് എങ്ങനെയാ ചുഴലിമീനൊക്കെ ആയത്? അതിന്റെ കാരണക്കാരൻ ഈ വലിയ കപ്പിത്താൻ തന്നെ അല്ലേ ജോലി? അല്ല ഒരു കണക്കിന് നോക്കിയാ ആ ചെക്കന്റെ കല്യാണം നടക്കാത്തതാണ് അവന്റെ ജീവന് ബാധിക്കുന്നത്. ആട്ടുകാട്ടും
പെണ്ണ് കെട്ടിക്കൊണ്ടുവരേണ്ട എങ്ങോട്ടാ? വലിയ കപ്പിത്താൻ്റെ ചുരുക്കത്തിൽ അവകാശം കൊച്ചു കപ്പിത്താന്റെ പേരിലാണെങ്കിലും ഇടപെടുക്കുന്നത് മൊത്തം വലിയ കപ്പിത്താനായിരിക്കും. ഒന്ന് പോണോ തന്റെ പെമ്പറമ്പത്തി ശാലയും വലിയ കപ്പിത്താനുള്ള പരസ്യമായ രഹസ്യങ്ങളൊക്കെ ഈ ലോകം മുഴുവൻ പാട്ട പറഞ്ഞു വരുമ്പോഴ അന്യമുട്ടന്റെ പോറ്റമ്മ. പക്ഷെ വലിയ കപ്പിത്താന്റെ ചിഹ്നവിട് ഇതല്ലോ തന്റെ കെട്ടോൾ ശാല. ഈ ലോകത്താരെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്റെ ഭാര്യ ശാരനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ഈ നാവ് പിഴുതെടുത്ത് ആ തിളക്കുന്ന എണ്ണക്കത്തിട്ട് ഞാൻ കുടിക്കും കേട്ടുള്ള തെണ്ടി പണി നോക്കണം. ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഈ ഇരിപ്പ് കണ്ടപ്പം മനസ്സിലാക്കി. കൈ നോക്കാനാണെങ്കിൽ നമുക്ക് ബംഗ്ലാവിലേക്ക് പോകും. അവിടെ ആകുമ്പോ ഇഷ്ടംപോലെ കസേരയുണ്ട്, അതുപോലെ ഇഷ്ടംപോലെ കട്ടിലും ഉണ്ട്. കട്ടില് വേണ്ട പിന്നെ 2 ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയമാണ്. മറന്നു പോയോ? ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല, അത് ഓർമ്മ വേണം. ഈ കാലം വിളിക്കുന്നത് കൈ പോലും പോകത്തില്ല. മാറാത്തിൽ പോകണം. അങ്ങനെയുള്ളൂ. எல்லாமே ரெடி பண்ணாச்சு.
ഇല്ലാമ ഇരുക്കാച്ചി. ஒரு முக்கியமான காரியம். நேத்து தூக்கத்திலே என் பொள்ளாச்சி மாரியம்மன் என் கனவிலே வந்தாச்சு. அப்படியா சொன்னாச்சு. நீ அப்புறமா சொன்னு இந்த கப்பித்தான் நஸ்மானோடு நான் பேச சொல்லலையே. அம்மா சொல்லு தாய் வாக்கில் தள்ளாதே, சீக்கிரமா போ. அம்மே தாயே, அம்மே தாயே. ഒരു പേര് വന്നിട്ടുണ്ടാ. അവൻ ഇപ്പോഴും ബാധ്യതാനാ. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അവനിക്ക് തിരുമണം കിടക്കപ്പോറേ. വേണം. വെറും തിരുമണമല്ലേ, പെരിയ തിരുമണം. അറിയില്ലയാ? വെറും തിരുമണമല്ലേ, പെരിയ തിരുമണം. പെരിയ 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 ഒരു കാര്യം ചോദിച്ചാൽ ഇങ്ങോട്ട് ചോദിച്ചാൽ മതി, ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. അല്ല, ഞങ്ങൾ വന്ന വണ്ടി കുറച്ച് ബ്രേക്ക് ഓണായി. ഓ, ഇവിടെ അടുത്ത് എവിടെയാ വർഷം? ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പില്ല, ഒരു 10-60 കിലോമീറ്റർ മുന്നോട്ട്. ഓ മൈ ഗോഡ്, ഇപ്പൊ എന്താ ചെയ്യുക? അല്ല, ഈ വണ്ടിപ്പണി അറിയാവുന്ന ആരെങ്കിലും? വണ്ടിപ്പണി അറിയാവുന്ന ഈ പ്രദേശത്തായിരിക്കും. അതെ, നിങ്ങൾ എവിടെ വരുന്നു? ഞങ്ങൾ കുറച്ച് അകലെ, ഓ, അതായത് രവിപുരം എന്ന് ഓ. പറയും. ഒന്ന് പണക്കാം. ഇവിടെ എവിടെ വന്നതാ? ഇവിടെ എന്തോ ഒരു പാടമുണ്ടല്ലോ. ഓ, മഴവിലാപ്പാണ്. അത് ഇവിടെ തൊട്ടടുത്ത് 1.5 കിലോമീറ്റർ. അതെ, അവിടെ എന്തിനു വന്നതാ? ഇതെന്റെ മോളാ. ഓ, സുരഭി, നിങ്ങളുടെ ഒരു ആവശ്യത്തിനായിട്ട് വന്ന ഓ, വല്ല കല്യാണക്കാരിയും ആയിരിക്കും. ഐ ആം ഗോകുൽ ചന്ദ്ര IPS, ഒരു പോലീസ് ഓഫീസർ. ആരാണെന്നാ പറഞ്ഞേ? ഇതെന്റെ മകനാ. ഇവളുടെ പേര് സുരഭി. പഠിത്തമൊക്കെ കഴിഞ്ഞാൽ ഇവളിപ്പോ ഒരു സോഷ്യൽ വർക്കർ, അതായത് ഈ മാനസിക വൈകല്യമുള്ള കൗമാരക്കാരായ യുവതി യുവാക്കളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പ്രൊമോട്ടറാണ് സുരഭി. ആദ്യമൊന്നും ഇവളുടെ ഈ ഫാഷനോട് പ്രവൃത്തിയോടും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവളുടെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം. ഇവിടെ ഈ മഴവിലാപ്പടുത്ത് മാനസിക വൈകല്യമുള്ളവരുടെ ഒരു ക്യാമ്പ് അതിന്റെ കോർഡിനേറ്റർ ഒരു ടാക്സി പിടിച്ചിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അതാണ് മുഖ്യം. അല്ല, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അത് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഇവിടുന്ന് 10 ഷോട് വെച്ചാൽ എന്റെ ബംഗ്ലാവായി ഉണ്ടായിരിക്കും. കപ്പിത്താൻ കൊട്ടായിരിക്കും. അതിന്റെ മുമ്പിൽ 4 കാറ് കിടന്നു. അതിൽ ഇഷ്ടമുള്ളത് ഓ താങ്ക്സ്. അല്ല, എന്താ താങ്കളുടെ പേര് പറയുന്നത്? പേര് ചക്രവാണി, പക്ഷെ അറിയപ്പെടുന്നത് വലിയ കപ്പിത്താൻ. അതിമനോഹരമായ പേര്. അല്ല, മോള് മാനസിക വൈകല്യമുള്ളവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അതേ മുത്തശ്ശ. ഒരാൾ എന്റെ വീട്ടിലും ശരിക്കും അവനാണ് ജീവിതത്തിന്റെ തകർക്കുന്ന അതൊരു ദുഃഖമല്ല മുത്തശ്ശ. സ്നേഹം
അതിൻകൂടെ വലിയ പുളിയുറപ്പുള്ള മാവിന്റെ ചോട്ടി കെട്ടിയിട്ടിരിക്കുക. ഊതവന്റെ മുണ്ടാണ്. അപ്പൊ അവന്റെ അണ്ടറയോ? അതെന്തോ ജട്ടി 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 അത് തോന്നക്കുട്ടിക്ക് ഇല്ലായിരുന്നു. ഉടുതുണിയില്ലാത്ത അവന്റെ ഒരു അവസ്ഥ തെറ്റിക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ കുഞ്ഞുമോൻ. ആരാ പോകുന്നതിനൊക്കെ? മോനെ, അവരൊക്കെ എന്റെ കുഞ്ഞുമോനെ കാണാൻ വന്നവരാ. എന്നെ കാണാൻ ആ അനിയനെ കാണാനാ? എന്തേടാ? ആദ്യം നീ ആ തോർപ്പൊക്കെ എടുത്ത് മാറ്റിക്കേ. വേണ്ട മുത്തശ്ശ, ഞാൻ മാറ്റിക്കോളാം. എന്താ പേര്? കൊച്ചു കപ്പിത്താൻ. ഇതിന്റെ പേരെന്തുവാ? ഇതോ ഞാൻ സുരഭി. എങ്ങനെ പറ, ഞാൻ ആരാ? സുരഭി. മിടുക്കൻ. വരുന്ന എന്നോടൊപ്പം. എവിടേക്ക്? ഒരുപാട് കൂട്ടുകാരുള്ള, ഒരുപാട് പൂക്കളുള്ള ഒരു മഞ്ഞുമലയുടെ താഴ്വാരത്തിലേക്ക്, മഴനില പാടത്തേക്ക്. ഇവിടെ വന്നിരിക്കണം. അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? എന്താ എപ്പോഴൊന്നും മിണ്ടാത്തെ? എനിക്ക് എന്താ പറ്റിയത് മോളെ? എന്ത് പറ്റ? ഒരു ഓർമ്മക്കുറവ്. പ്രായമായ പലരിലും കണ്ടുവരുന്നതാണിത്. അൽഷിമേഴ്സ് മെഡിക്കൽ സയൻസിൽ പറയും. അമ്മ പേടിക്കണ്ട കേട്ടോ. അമ്മയ്ക്ക് ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജാ. നമുക്കിത് ഭേദമാക്കി എടുക്കാം. എന്നിട്ട് പഴയതുപോലെ പ്രഭാതവന്ദനവും രാമായണ വായനയൊക്കെയായി അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടിലേക്ക് പോകാം. മോളെ, എന്റെ മക്കള് എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയതാണല്ലേ? അയ്യേ, എന്തൊക്കെയാ അമ്മ പറയുന്നേ? ഇവിടെ എത്ര പേരുണ്ട്? എല്ലാവരെയും ആരെങ്കിലും കളഞ്ഞിട്ട് പോയതാണ്? ഇതൊരു താൽക്കാലിക റിഹാബിലിറ്റേഷൻ ക്യാമ്പ് മാത്രമാണ്. ഈ ക്യാമ്പ് കഴിഞ്ഞ ഉടനെ ഇവിടെയുള്ള എല്ലാവരുടെയും ബന്ധുക്കൾ വരും. കൂട്ടത്തിൽ അമ്മയുടെ മക്കളും. ഡോക്ടർ തന്ന മരുന്നൊക്കെ കഴിച്ചില്ലേ? അമ്മ വാ, ചെന്ന് കിടക്ക്. മോളെ മോളെ എന്റെ പേരെന്തോ? പിണക്കത്തിലാണല്ലോ. ഇവിടെ കൊണ്ടുവന്നിട്ട് അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അനിയൻകൂട്ടൻ കൂടെ കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതാണ് കാര്യം. ഇവിടെ എത്ര പേരുണ്ട്? എനിക്ക് എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ? വേണ്ട, അനിയൻകൂട്ടന്റെ കാര്യം മാത്രം നോക്കി മതിയേ. പിന്നെയും പിണങ്ങിയല്ലോ. ഈ പിണക്കം മാറ്റാനേ എന്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. കണ്ണടയ്ക്ക്. അനിയൻകുട്ടൻ കണ്ണടയ്ക്ക്.
കണ്ണു തുറക്കല്ലേ, തുറക്കരുതേ. സുരഭിക്കുട്ടി, സുരഭിക്കുട്ടി, സുരഭിക്കുട്ടിയുടെ മുടിക്ക് എന്നാ മണമാ. എന്റെ അമ്മ തേക്കുന്ന കാച്ചി എണ്ണയുടെ മണം. With
ശാരദേ, എടി ശാരദേ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടേ അകത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി പുറത്തോട്ടിറങ്ങാനെന്ന്. നിന്റെ തോന്നുവാസമാണ് ഇവിടെ നടക്കുന്നത്. അകമ്പടി മുഴുവൻ തീർത്തിട്ട് തന്നെയാ നിങ്ങളുടെ അപ്പന്റെ അസ്ഥിത്തറ ഞാൻ വൃത്തിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. തിന്നാനും കുടിക്കാനുള്ളത് ആ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. തിന്നുകയും കുടിക്കുകയും മാത്രം മതിയോ? ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ പുറത്തോട്ടും പോകണ്ടേ? അത് പറയാനുള്ളത് ഞാനാണ്. ആ കക്കൂസിൽ എങ്ങനെ പോയി ഇരിക്കടി? എന്നിരിക്കുന്നത് എങ്ങനെയാ? അതുപോലെ ഇരിക്കണം. കക്കൂസേ നല്ല വൃത്തിയായിട്ട് നല്ല കണ്ണാടിച്ചിട്ട് പോലാക്കിട്ടാ ഞാൻ പുറത്തേക്ക് പോയത്. കണ്ണാടി തേങ്ങാക്കോല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തലയെ കയറി ഇറങ്ങാൻ വരും. ഇനി ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ ചൂലും കെട്ടി ഞാൻ നല്ല അടി കഴിഞ്ഞാൽ പിന്നെ എന്നെ തല്ലാനും പോലും ഞാൻ നിങ്ങളെ കെട്ടിയോളൊന്നുമല്ലല്ലോ. ആണോ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ നിങ്ങളെ കെട്ടിയോളാണോന്ന്? ആണോ ആണെന്ന്? അല്ല അല്ല അല്ല. മതിയല്ലോ, നീ അടുത്ത് പോയി സംഭാരം എടുത്തോട്ട് വാ കുടിക്കാൻ. ഈ ദേഷ്യപ്പെടൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുഞ്ഞാനെ കൊച്ചു 4 ദിവസമായിട്ട് വീട്ടിലില്ലാത്തതുകൊണ്ടല്ലേ. അന്ന് വന്ന ആ സാറിന്റെ നമ്മുടെ കൂടെ 4 ദിവസത്തെ ക്യാബിന് പോയി അന്ന് മുതൽ തുടങ്ങിയതല്ലേ ഈ ദേഷ്യവും വിഷമവും വെപ്രാളവും ഒക്കെ. അവനെ കൊണ്ടുപോയതോടൊപ്പം ഇന്നലെ നമ്മുടെ കൊച്ചു കപ്പിത്താൻ എത്തില്ലേ. പിന്നെ എന്തിനാ ഈ വിഷമമൊക്കെ? അവനെ കാണാതിരിക്കാൻ വയ്യല്ലേ. സത്യമാണ്, അവനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സത്യത്തിൽ അവനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് തന്നെ ബോധ്യമായത്. എനിക്ക് ഒരു നിമിഷം പോലും അവനെ കാണാതിരിക്കാൻ കഴിയില്ല. പിന്നെ എനിക്കോ ഈ 4 ദിവസം അങ്ങ് അനുഭവിച്ച അതേ വേദന തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത്. അവന്റെ അമ്മ മരിച്ച 5-ാം വയസ്സ് മുതൽ വെറും ബാല്യക്കാരി എന്റെ നെഞ്ചത്ത് മടിയിൽ കിടന്നല്ലേ അവൻ വളർന്നു. എനിക്ക് കൊടുക്കാതെ പോയി എന്റെ മനസ്സ് പ്രസവിച്ച എന്റെ കുഞ്ഞു തന്നെയല്ലേ എന്റെ കൊച്ചു കപ്പിത്താൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായല്ലോ. ഞങ്ങൾ സ്വീകരിക്കായിരുന്നു. കൊണ്ടുപോയി കേസ് കൊടുത്തു. നീ എന്റെ ഭാര്യയൊക്കെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പോയി. പോയ കാര്യം എന്തായാലും പറ. അതേടാ, നീ പോയ കാര്യം എന്തായി അത് പറ. 100% ഓക്കെ. കൊച്ചി കപ്പിത്താനുള്ള കല്യാണത്തിന് വേറെ നാട്ടുകാർക്ക് സമ്മതം. ആ പെൺകൊച്ചിന് സമ്മതക്കുറവൊന്നുമില്ല. ശാരദ എന്റെ മകയുടെ ഒരു അനന്തരവളാ. അവിടെ എവിടെയുള്ള ഞാൻ ചെറുപ്പത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പേര് സന്ധ്യ, പ്രീഡിഗ്രി വരെ പഠിച്ചു. പിന്നെ പ്രായം 30 കാണും. പ്രായം എത്രയെങ്കിലും ആവട്ടെ. എപ്പോ ഇനി അടുത്ത നടപടി? അടുത്ത ഞായറാഴ്ച നിശ്ചയിക്കും വേണ്ട, കല്യാണമായിട്ട് നടത്തിയാൽ മതി എന്നാണ് പറയും. എന്ത് വന്നാലും നമുക്ക് ചിങ്ങത്തിൽ തന്നെ കല്യാണം എപ്പോ നടത്താനും അവർ തയ്യാറാണല്ലോ. എന്റെ ദൈവങ്ങളെ, ഞാൻ കഴിച്ച വഴിപാട് ഫലം ഉണ്ടായല്ലോ. ഞാൻ വന്ന് കണ്ടേക്കാമേ. ഞാനായിട്ട് ആരോടും പറഞ്ഞു. പക്ഷേ വലിയ കപ്പിത്താന്റെ അനിയൻ കാന്തൻ കർണായക കപ്പിത്താന്റെ കഥ ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്. അത് ഉടുപ്പും തൊമ്മിലും വെച്ച് വേലങ്ങാട്ടുകാരുടെ ഭൂമുഖത്തെത്തിക്കാൻ നാട്ടുകാർക്ക് നല്ല താല്പര്യമായിരുന്നു. ഞാൻ 2 ഉമ്മയും കൂടെ വന്നേ. ഒന്നെന്റെ അപ്പൂപ്പനെ കൊടുത്ത്, ഒന്നെന്റെ ശാലാമച്ചി കൊടുത്ത്. ഇനി എന്റെ ഉമ്മയില്ല. അപ്പൊ എന്റെ കാര്യം പോവില്ല. സുരൻകുട്ടി എന്റെ
അയ്യോട്ട് എന്ന് കൊടുത്തോട്ടെ. ഉണ്ണിമാമന് ഉമ്മ കൊടുക്കാൻ മോനെന്തിനാ ഈ മോളോട് എന്നോട് ചോദിക്കുന്നത്? അത് എന്റെ ചുരുമിക്കുട്ടി എന്ന രണ്ടു ഉമ്മയല്ലേ അപ്പൂപ്പന് ശാലാമിക്കുന്നത്. ഇനി ഉമ്മയില്ല. ഛേ, ക്ഷേമമായിപ്പോയി. ഈ കാര്യം ആരോട് പറയത്തുന്നു ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. സോറി ചുരുമിക്കുട്ടി, സോറി കേട്ടോ. ഇനി തരുന്ന ഉമ്മയമ്മേ അയ്യോട്ട് പറയത്തില്ല. അപ്പൊ 4 ദിവസം നിങ്ങൾ ഭയങ്കര കൂട്ടുകാരായല്ലേ? ഭയങ്കര 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 കൂട്ടുകാരൻ. ഞങ്ങളെ ഓട്ടെ പോയാ സത്യം പറയാതെ ശാരദ വെച്ചു എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 4 ദിവസങ്ങളാണ് ഈ അയ്യൻകുട്ടൻ സമ്മാനിച്ചത്. സത്യമാണേ എന്റെ കുഞ്ഞ് ഇത്രയും സന്തോഷവാനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം ഞാൻ ഇതൊക്കെ പറയാൻ തുടങ്ങി. അല്ല ഡാഡിയെ കണ്ടില്ലല്ലോ. പപ്പ മുത്തശ്ശന്റെ കാർ കോച്ചിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ വരും. അതെ പറഞ്ഞു തീർന്നില്ല, അദ്ദേഹം എത്തി. നമസ്കാരം സാർ. നമസ്കാരം. താങ്ക് യു താങ്ക് യു. ഒരു അടിയന്തര ഘട്ടത്തിൽ താങ്കളുടെ സ്വന്തം വ്യക്തിത്വം സഹായിച്ച മഹാമനസ്സ്. ഓ അങ്ങയുടെ വണ്ടി കേടുപാടുണ്ട് എല്ലാം തീർത്ത് ഞാൻ എന്റെ കാർ പോസ്റ്റ് എടുക്കുന്നു. അത് ഞാൻ കണ്ടു. അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അല്ല വെറും നന്ദി പറച്ചിൽ മാത്രം ഒതുക്കരുത് നമ്മുടെ ഈ സ്നേഹബന്ധം. അത് ഇനിയും തുടരണം. സുരഭി എന്താ ഇവിടെ കിടന്ന് വട്ടക്കിട്ടത്? നമുക്ക് വീട്ടിൽ പോട്ടെ. പോയി കാലത്ത് പപ്പ പ്ലീസ് പപ്പ നമുക്ക് മുത്തശ്ശന്റെയും ഇവിടെയുള്ള എല്ലാവരുടെയും കൂടെ കുറച്ചു നേരം റിലാക്സ് ചെയ്തിട്ട് പോവാം പപ്പ. വേണ്ട, ഇതുവരെയുള്ള റിലാക്സ് ഒക്കെ മതി. എനിക്ക് അവിടെ ചെന്നത് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. നിനക്ക് വേണ്ടി 4 ദിവസമാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. എനിക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ തന്നെ എന്നെ യാത്ര കിട്ടി. ഓക്കെ എന്നാ പിന്നെ ഞാൻ കൂടെ വരാം. എന്നടിച്ചാലേ എനിക്ക് താങ്കളോട് ചില കാര്യങ്ങൾ സംസാരിക്കും. എന്താണ് സാർ? 4 ദിവസം കൊണ്ട് എന്റെ മകൾ സുരഭിയും താങ്കളുടെ ദൃശ്യമെത്തുന്നു. വല്ലാത്തൊരു ബന്ധമുണ്ട്. അല്ല എനിക്ക് വളരെ തോന്നി ഒരു തമ്മിൽ വല്ലാത്ത അടുപ്പത്തിലാണ്. അത് വെറും ഒരു അടുപ്പമല്ല മിസ്റ്റർ വലിയ പിതാൻ. അതിന് ഒരുപാട് 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 കോംപ്രമൈസ്. എന്റെ മകൾ സുരഭിയും താങ്കളുടെ കൊച്ചുമാരി തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം മുളമുട്ടിയോ എന്നെനിക്കൊരു സംശയം. ആ സംശയമല്ല, സത്യമാണ്. മാനസിക വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരനോട് ഒരു പെൺകുട്ടിക്ക് തോന്നിയ സഹതാപസ്പർശമുള്ള പ്രണയം അത് മുളയിലെ മിസ്റ്റർ വലിയ പിതാൻ. അവർ തമ്മിൽ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാനിടയുണ്ടാകും. വലിയ പിതാൻ, എന്റെ മകൾ സുരഭി എന്തെങ്കിലും ഞാൻ അറിയാതെ ഇവിടെ വന്ന് നിങ്ങളുടെ അനിയൻകുട്ടിനെ കാണുകയാണെങ്കിൽ അതിന് നിങ്ങൾ അനുവദിച്ചാൽ, അതിന് നിങ്ങൾ വാവിട്ട് കൊടുത്താൽ ഒരു പോലീസുകാരുടെ സ്വഭാവം എന്താണെന്ന് താങ്കൾ അറിയും. മിസ്റ്റർ വലിയ പിതാൻ, ഇനി താങ്കൾ ഇനി എത്ര വലിയ പർവ്വതമായിരുന്നാലും അത് ഇടിച്ചു നിരത്തി വേറും ഒരു മൺകൂലിയാക്കി കളയും ഈ പ്രബലത്തെ. യു നോ മീ ഹു ഐ ആം. മൈൻഡ് ഇറ്റ്. മലയനാടിക്ക് പ്രാന്ത് വരുമ്പോ ചെണ്ടപ്പുറത്ത് വീഴുന്ന കോലുകൾ പോലെ പല താളത്തിൽ പല വേളത്തിൽ തിമിർത്തു പെയ്യുന്ന പെരുമഴ.
അവിടെ രാത്രിയാണ് പാതിരാത്രി ശാമം. എനിക്കെന്റെ സുരുമക്കുട്ടി കെട്ടിച്ചാൽ മതി. എനിക്കെന്റെ സുരുമക്കുട്ടിയാണ് ഇഷ്ടം. എനിക്ക് എന്റെ സുരുമക്കുട്ടി കെട്ടിച്ചെന്ന മതി. മക്കളെ സന്ധ്യ നല്ല കുട്ടിയായിരുന്നു. ആ സന്ധ്യ നല്ല കുട്ടിയാണെങ്കിലേ ഉണ്ണിയമ്മോളെ കെട്ടിക്കോ. എനിക്ക് വേണ്ട. സന്ധ്യ നല്ല പിടിച്ചിട്ട് കുട്ടിയല്ലേ? നല്ല പൊന്നു പോലെ ഇരിക്കുന്നത്. ആ പൊന്നു പോലിരിക്കുന്ന മുഖമുണ്ടല്ലോ അതിൽ കൂടെ പിച്ചോടിങ്ങനെ ഓരോ അയ്യോ അതെന്തിനാ? എന്നാ സ്വർണ്ണം ഉരച്ചു നോക്കണമെന്ന് എനിക്ക് എന്റെ സുരുമിക്കുട്ടി കെട്ടിച്ചാൽ മതി. എന്റെ സുരുമിക്കുട്ടിയെ കെട്ടിച്ചാൽ നീലോടല്ലോ നീ കുട്ടി അട്ടിച്ചടിച്ചോ. ഭഗവതിയാണ് സത്യം. നീ കുട്ടി അട്ടിച്ചടിച്ചോ. എല്ലാരും വന്നേ. നീ കുട്ടിന്റെ കല്യാണമാണ്. പഴവും പപ്പടവും പായസവും എല്ലാം കൂടി സദ്യ ഉണ്ട്. എല്ലാരും വരണം. സത്യമാണ്. സത്യമൊക്കെ പറയണം. എല്ലാരും വന്നേ. പിന്നെ ഉണ്ണിയാണോ അങ്ങനെ കൂടെ എണ്ണ വെച്ചിട്ട് ഒരുപാട് നേരം. അപ്പൊ ഇനിയിപ്പോ കുടിച്ചാലോ? എന്നിപ്പോ അപ്പൂപ്പന് മാത്രമേ എടുത്തുള്ളൂ. അപ്പൂപ്പനെ 108 പേരല്ലേ മുന്നിൽ കിടക്കുന്നേ. നീ കൂട്ടരെ 150 പേര് മുന്നിൽ കിടക്കേ. ഉണ്ണിയമ്മ എണ്ണിക്കോ. എണ്ണി തുടങ്ങിക്കോ. നിങ്ങളെങ്ങനെ കടിച്ചു കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ കഴുകിന്റെ മുന്നോട്ടല്ലേ ആ കുത്തിനേക്ക് കൊടുക്കുന്നത്. നാട്ടുകാർ പറയുന്ന പോലെ വെള്ളമെടുക്കാൻ വലിയ കിട്ടാനും മുതലെല്ലാം കൊച്ചു തോന്നിയാസം പറയരുത്. അങ്ങനെ അത്ര കേരളക്കട്ടൊന്നുമല്ല. ഞാൻ എത്ര നാളായി വിളിക്കുന്നത്. ഇന്നൊരു മോശമായിട്ട് എന്നോട് പെരുമാറുന്നില്ല. അതറിയുന്നതിന് ഈ ശാരദാരം മുന്നോട്ട് അറിഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഞാനറിയുന്നത്? കുഞ്ഞിലെങ്ങാണ് വലിയ കപ്പിത്താന്റെ കുപ്പൽക്കോളാമ്പിക്ക് ഒന്നും അങ്ങനെ 3 കാര്യം നോക്കിയായിട്ട് ഇവിടെ വന്ന് കയറണം. ഒന്ന് പോവില്ലേ? കൂട്ടത്തിൽ ഞാൻ വേണം. കൂട്ടും കുടുംബവും ഒന്നുമില്ല. അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കാം. ഒരു ദിവസം വലിയ കപ്പിത്താൻ നിന്നെ ചൂണ്ടിക്കാട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് മുതൽ ഇവളാണ് എന്റെ പെണ്ണ്. കുറവയും സദ്യയും ഭേദം ഒന്നുമില്ലാതെ അങ്ങേരിക്കുന്ന കാലി ഞാൻ നിന്റെ കെട്ടിക്കെട്ടി തിന്നുവരെ ലോകം വെട്ടിപ്പിടിച്ച് പശിയായിരിക്കും. എനിക്ക് വെച്ചുവിളമ്പി തരാനും എന്നോട് വഴക്കുകൂടാനും ഒരു കുടപ്പിനുള്ളിൽ ഒന്നിച്ച് സ്നേഹിക്കാൻ എനിക്കിട്ട് ചാരുതയില്ലേ? അതിക്കുള്ളിൽ അറിയണം. കന്നിവെയിലും കർക്കടമുറയും മകരമഞ്ഞും വിരുന്നിനെത്തുന്ന 4 കാലിൽ കെട്ടിപ്പൊക്കിയ ഒരു ഓലപ്പുര. അതായിരുന്നു ശാരദ വീട്. ആ ഓലപ്പുറയിൽ തേവനും ദേവിക്ക് ഒരേ ഒരു മോള് ഈ ശാരദ. മകൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകുന്ന എന്റെ അച്ഛനും അമ്മയും. മനസ്സില്ല മനസ്സോടെ മടക്കാക്കാൻ പോയതാ എന്റെ അച്ഛനും അമ്മയും. പക്ഷെ തിരിച്ചു വന്നത് പണപ്പായി കുതിഞ്ഞ 2 കെട്ടുകളായിരുന്നു. ആർത്തലച്ചു വന്ന മലവെള്ളം പുഴയിൽ തോടും കടന്ന് വയലിലെ പടയെ തകർത്ത് എന്റെ അച്ഛനെ അമ്മയും കൊണ്ടങ്ങ് പോയി. ആ പണപ്പായി കെട്ടിലുണ്ട് തണുത്ത് വിറകലിച്ച എന്റെ അച്ഛനെ അമ്മയെ അപ്പോഴും പുറത്തേക്ക് കിടപ്പുണ്ടായിരുന്നു. എന്നെ വിളിക്കാറുന്ന പോലെ എന്നെ ഇവിടെ
ജോലിക്കാരിയായിട്ട് പ്രായ വ്യത്യാസം കൊണ്ട് കേൾക്കത്തെയായിട്ട് അന്ന് മുതൽ ഇന്നുവരെ പാവക്കുഞ്ഞിന്റെ മരണശേഷവും ഈ ശാരദയുടെ കഞ്ഞിക്കുട്ടന്റെ പോറ്റമ്മയായിട്ട് ഉണ്ണിയേട്ടനൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത എന്റെ മോൻ നിങ്ങളെന്താ വേറെ അങ്ങനെ പറഞ്ഞോ എന്റെ കുഞ്ഞ്? ഞാനല്ല അനിയക്കുട്ടനെ തപ്പുന്നു. ഞാൻ ഉണ്ണിയമ്മയുടെ എണ്ണാൻ പോയിട്ടേ അനിയൻകുട്ടൻ മുങ്ങാങ്കുഴി ഇട്ടിട്ടേ അങ്ങേക്കടവിന്റെ മാവിന്റെ ചോട്ടി പോയി ഇങ്ങനെ ഒളിച്ചിട്ടേ ഉണ്ണിയമ്മനെ പറ്റിച്ച് ഉണ്ണിയമ്മനെ അനിയൻകുട്ടൻ പറ്റിച്ച് അപ്പനെ പറ്റിച്ച് തൊട്ടുപോകരുത്. എന്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത്. എന്റെ മോളുമായി ഒരു ബന്ധവും വേണ്ടാത്ത പറഞ്ഞില്ലേ? കുഞ്ഞു മനസ്സിൽ ആഗ്രഹം ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ വന്നിരിക്കുക അവന്റെ ശവം തിന്നാൻ. എന്താ കമ്മീഷണറെ, കാറ് വീണ്ടും കേടായോ? ഈ കപ്പിത്താൻ കുടുംബത്തിലേക്ക് വീണ്ടും ഒരു പടികയറ്റം? അതോ ഞാനെന്ന പർവ്വതത്തെ ഇടിച്ചു നിരത്തി ഒരു മൺകൂരയാക്കാൻ വേണ്ടി ജേസിയുമായിട്ടുള്ള വരവാണ്? എല്ലാത്തിനും മാപ്പ്. അന്ന് പറഞ്ഞു പോയതിനെല്ലാം വലിയ പിതാവ്, എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോകണം. എന്റെ മകൻ സുരഭിക്ക് അവളുടെ ജീവിതത്തിലെ കളിക്കൂട്ടുകാരനായി ഇവിടുത്തെ അനിയൻകുട്ടനെ വേണമെന്നും പറഞ്ഞ് എടുത്ത് വാശി പിടിച്ചു. അത് ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ അവൾ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു. തലനാരിഴയ്ക്ക് അവളുടെ ജീവൻ രക്ഷിക്കാനായത്. ജീവൻ തിരിച്ചിരിക്കുന്ന നിമിഷത്തിലും അവൾ പറഞ്ഞത്, ഇവിടുത്തെ അനിയൻകുട്ടനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണി അവർക്ക്. പത്തും പലതുമില്ല എനിക്ക്. ഈ ഒന്നേ ഉള്ളൂ.
അമ്മ മരിച്ചു. ഇതുകൂടി നഷ്ടപ്പെട്ടാൽ നീ എന്തിന് ജനിച്ചു ജനിപ്പിച്ചു എന്നുള്ള തബ്രാക്കന്മാരുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാത്തതിനെ പോലെ നിന്നുപോകും. ഈ കൈകൾ കാലായി കരുതി ഞാൻ എന്റെ ശിരസിൽ വെക്കുന്നു. എന്റെ മകളെ അവക്ക് ജന്മം നൽകി ഈ അച്ഛനെ ഉപേക്ഷിക്കരുത്. ഞാൻ മനസ്സ് തുറന്നു തരിക. എന്റെ കുഞ്ഞിനെ എടുത്തോ. നാളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണമാ. കൊട്ടും കുരുവിയും ആഘോഷവും സദ്യയോടും കൂടി എന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണമാ. മന്ത്രിയാരെ ഏർപ്പാടാക്കണേ. സദ്യക്കുള്ള വട്ടങ്ങളൊക്കെ ഒരുക്കേ. എന്റെ മക്കളുടെ കല്യാണം. ഇക്കണക്ക് പോയാ അവർ കല്യാണം കഴിഞ്ഞവർക്ക് ഒരു കൊച്ചുണ്ടായാലും 28 കഴിഞ്ഞാലും നിന്റെ ഒന്നും പണി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇന്ന് അവിടെ ആദ്യരാത്രിയാ. ഇതൊക്കെ എന്താ ആദ്യരാത്രി? അതൊക്കെ എന്റെ ആദ്യരാത്രി. വളരെ പ്രതീക്ഷയോടെ മണികളെ എന്റെ ഭാര്യയെ കാത്തിരുന്ന ഞാൻ എന്താ അവള് വന്നു വന്ന പാടെ നാണിച്ചു നിൽക്കുന്നത് ഞാൻ കരുതി അവൾ അട്ടുകാരിയാക്കി തലേദിവസം ഉറക്കളത്തേണ്ട്. പിന്നെ കിഴങ്ങും ഒക്കെ കൂട്ടി വല്ല ഗ്യാസിന്റെ ആയിരിക്കും. അത് നീ വിഷമിക്കൊന്നും വേണ്ട. ഈ മുപ്പേ എന്നാ വർത്താനം പറഞ്ഞു. ഓ എന്ന് അന്ന് മുതൽ ഇന്ന് വരെ ആ വർത്താനം കേൾക്കാതിരിക്കാൻ അവൾ ഒരു മുറിയിൽ ഞാൻ വേറൊരു മുറിയിൽ അങ്ങനെ അട്ടെ. നിനക്ക് എത്ര പിള്ളേരുണ്ട്? ആരോടും പറയണ്ട. 8 പിള്ളേർ. രണ്ടുപേരും 2 മുറി കിടന്നിട്ട് ഈ കണക്കിന് ഒരു മുറി കിടന്നിരുന്നെങ്കിലോ നിന്നെയൊക്കെ ചാട്ടവാറിനടിക്കണം. കൂടെ പോയി ഇല്ല. പാചകപ്പഴ എന്റെ മൂക്കിൽ അങ്ങോട്ട് എന്നടാ. ഞാൻ കുറിച്ച ചീട്ട് എല്ലാ സാധനവും ഇല്ലയോ? ഇല്ല. ഇവരെനിക്ക് പണി തരും. ഗ്യാസ് എല്ലാം ഉണ്ടല്ലോ. ഗ്യാസ് ഞാൻ കുറച്ച് തരാൻ വേണം. 4 കുറിച്ചിട്ടുണ്ട്. അയ്യോ കൂടെ പോയി പണി നോക്കാം.
സൗജി മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. കപ്പിത്താൻ കുടുംബക്കാർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ ആചാര വസ്ത്രാഭരണ വിഭൂഷികളാണ്. ചില പ്രത്യേക ചടങ്ങുകൾക്ക് മാത്രമേ ധരിക്കാറുള്ളൂ മാത്രം. എവിടെ നമ്മുടെ കുട്ടികൾ? അമ്പലങ്ങളിലൊക്കെ പ്രതീക്ഷ നടത്തി അവിപ്പം കിട്ടും. അവരെ ഇങ്ങോട്ട് ആനയിക്കേണ്ടിയിരുന്നത് അവളായി, എന്റെ മകൾ ശ്യാമ. ഈ നിറദീപത്തിൽ ഭാമതമ്പുരാനുണ്ടെന്നേ, ഞാൻ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആ പഴയ തോഴി മാത്രമാണ്. ദൈവസന്നിധിയിലിരിക്കുന്ന എന്റെ കുഞ്ഞുമക്കളെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി അനുഗ്രഹിക്കണേ. സുരവി വാ. അവൻ ബുദ്ധിയുള്ളവനാ. അവൻ അറിയാം അവന്റെ അമ്മയെ. ഇന്നു മുതൽ ഒരു പോറ്റമ്മയല്ല, പെറ്റമ്മയാ. മോളെ നിനക്കും ദീപം അങ്ങോട്ട് കൊടുക്കൂ. ഇനി മരുന്നുകാരി വെച്ച് അകത്തേക്ക് അനിയൻകുട്ടിയുടെ ഭാര്യ മാത്രമല്ല, അമ്മയാണ്, സംരക്ഷയാണ്. അകത്തേക്ക് മഹാലക്ഷ്മി തന്നെ സംശയം. പക്ഷേ അവളുടെ തന്ത ഒരു രാവണനാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും അങ്ങയുടെ കാല് പിടിച്ചില്ലേ ആ സാധു? അത് കാര്യം കാണാനുള്ള കഴുതക്കാൽ പിടിക്കലായിരുന്നില്ലേ? പക്ഷേ ഈ കപ്പിത്താൻ വെറും ഒരു കഴുതയല്ല, കഴുകനാണ്. കഴുകൻ. അവളിപ്പോ നമ്മുടെ മരുമോള, കൊച്ചുമോള, അത് മറക്കരുത്. അതേടോ, അവൾ കപ്പിത്താന്റെ പെണ്ണ, കടല് കാണാത്ത കപ്പിത്താന്റെ പെണ്ണ. ഞങ്ങൾ അകത്തേക്ക് കയറിയ ശേഷം അനിയൻകുട്ടി എങ്ങോട്ടോ മാറി. ആരും അത് ശ്രദ്ധിച്ചില്ല. പോലെ കർണാരൻ കപ്പിത്താൻ ഭക്ഷണമായിട്ട് നിലവറയിലേക്ക് ചെന്നപ്പോ നിലവറ വാതിൽ തുറന്നു കിടക്കുന്നു. അനിയൻകുട്ടി അവിടെ കാണുന്നില്ല കർണാരൻ കപ്പിത്താനെ. ഞാൻ ആവുന്നിടത്തൊക്കെ നോക്കി, കാണുന്നില്ല രണ്ടാണേലും. വന്ന് കയറിയ ദിവസം തന്നെ സെൽവിക്കുട്ടി മുറിയിൽ കയറി കരയുക. നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടടാ. ലോകത്തിന്റെ ഏത് കോണിലവനുണ്ടെങ്കിലും പിടിച്ചു കെട്ടിയതിന്റെ കാഴ്ച കൊണ്ടിടണം. ആ രാജ്യദ്രോഹിയെ, ആ ധൂമകേതുവിനെ. അപ്പൂപ്പാ, അപ്പൊ ഇന്ന് അനിയൻകുട്ടിന്റെ കല്യാണം അല്ലായിരുന്നോ? എല്ലാരും പപ്പടം, പഴം, പായസം എല്ലാം കൂടി സദ്യ കഴിച്ചില്ലേ? പാവം ആ പ്രാന്തനപ്പം മാത്രം ഒന്നും കഴിച്ചില്ല. ഇച്ചിരി ചോറ് കിടക്കാന്ന് കരുതിയ അനിയൻകുട്ടിയുടെ 10,000 തള്ളി തുറന്നത്.
അനിയക്കുട്ടനെ തള്ളിയിട്ടിട്ട് ഭ്രാന്തനപ്പൻ ഓടി 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 ഓടിപ്പോയി. അനിയക്കുട്ടനെ നെറ്റിപ്പൊട്ടി. എന്തിനാ ശാരദാമ്മച്ചി ഈ അനിയക്കുട്ടനെ ഭ്രാന്തനപ്പൻ തള്ളിയിടുന്നത്? എന്തിനാ ഉണ്ണിയമ്മ ഈ പാവം അനിയക്കുട്ടനെ ഭ്രാന്തനപ്പൻ കൊല്ലാതെ? അത് പിന്നെ ഭ്രാന്തനല്ലോടാ, അതുകൊണ്ടല്ല മക്കളെ, അതുകൊണ്ടാ. അക്കാരപ്പൻ എങ്ങനെ ഭ്രാന്തായ? വിവാഹം കഴിച്ച പെണ്ണിനെ സ്വന്തം ഏറ്റിന്റെ കിടപ്പറയിൽ കണ്ടാൽ, അല്ലെങ്കിൽ ഏറ്റിൽ ഭീഷണിപ്പെടുത്തി കിടപ്പറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സ്വന്തം ഭാര്യയെല്ലാം തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയ മരണം വിലയ്ക്ക് വന്ന് ചത്തും മരണിച്ച് കിടക്കുന്നത് കണ്ടാൽ മനസാക്ഷിയുള്ള ഏത് മനുഷ്യന്റെ മനസ്സാ പതറാത്തത്? ഒരിക്കൽ ചങ്ങലക്കിട്ട ഓർമ്മകളുടെ നിലവിലെ പാലിൽ അറിയാതെ തുറന്നു പോയി. മാപ്പാക്കണം, എന്റെ ശിക്ഷയെ മാപ്പാക്കണം, എന്റെ അകത്തേക്ക് പോകും. കപ്പിത്താൻ കുടുംബത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ലോകത്തിലെ സകലത്തിനും ഏറ്റവും കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രാത്രി, എത്ര ഉറങ്ങിയാലും മതിവരാത്ത രാത്രി, എത്ര ധൈര്യം സംഭരിച്ചാലും അറിയാതെ ഉള്ളൊന്ന് പിടഞ്ഞു പോകുന്ന രാത്രി. നിങ്ങൾക്ക് രണ്ടാൾക്കോളം മണിയറ ശാരദാമ്മച്ച് നല്ല ഭംഗിയായിട്ട് മുല്ലപ്പോത്തത് അസലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പാല് ശാരദാമ്മച്ച് കാഴ്ച വെച്ചിട്ടുണ്ട്. ഉറക്കം വരുന്നു. മോനെ അപ്പൂപ്പന്റെ കൂടെ അല്ല ഉറങ്ങേണ്ടത്, സുരഭി കുട്ടിയുടെ കൂടെയാ. അപ്പൂപ്പന്റെ മുറിയിൽ ഒറ്റയ്ക്ക് അത് വേണ്ട. അപ്പൂപ്പൻ ഒറ്റയ്ക്ക് കിടന്നാലേ അപ്പൂപ്പനെ പ്രേതം അപ്പൂപ്പനൂടെ കിടക്കത്തുള്ളേ. സുരഭിക്കുട്ടി എന്ത് ചെയ്യും? സുരഭിക്കുട്ടി എന്റെ അപ്പൂപ്പന്റെ നടുക്കിടക്കട്ടെ. നാണക്കേട്. രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരാ. ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ച് ഒരു മുറിയിലാ ഉറങ്ങേണ്ടത്. മോളിവനും കുട്ടി അകത്തേക്ക്. ഇനി അതൊന്നും ഓർത്ത് ആരും ക്ഷമിക്കണ്ട. അവൻ ആറ്റിച്ചാടി വെള്ളം കുടിച്ച് ചത്ത് കാണും. അങ്ങനെങ്കിലും നാശം തലയിൽ ഒഴിഞ്ഞല്ലോ. അതല്ല മോനെ,
അനിയൻകുട്ടിനെ കൊല്ലുമെന്ന് പറഞ്ഞ് കർണാടൻ കപ്പിത്താൻ മന്ത്രം ജപിക്കുന്ന പോലെ ജപിച്ചോണ്ട് നടക്കുക. നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു. നേരം വെളുക്കുന്നതുവരെ നിങ്ങൾ എല്ലാവരും ഇവിടെ കാവലിരിക്കണം. ഏതായാലും കാവലുള്ളത് നല്ലതാണ്. എവിടെ നമ്മുടെ കുട്ടികൾ? മുറിയിലുണ്ട്. ആ, ഞാൻ അവരൊന്നും കണ്ടിട്ടില്ല. ഞാൻ എത്ര വിളിച്ചിട്ടും താനൊന്ന് പോയി വിളിക്കണോ? താനൊന്ന് പോയി വിളിക്കണോ? അതിനെ ജീവന് തുല്യം ഇങ്ങനെ വിളിച്ചിട്ട് അവൻ ഉണരുന്നില്ലെങ്കിൽ ഇനി എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞ് എന്നെ വിട്ടുപോയോ? മോനെ മോനെ കുഞ്ഞേ മക്കളെ വളർത്തുന്നത് സന്തോഷകരമായ കുടുംബജീവിതത്തിന് മാത്രമല്ല, ഒരിക്കൽ മരണപ്പെടുമ്പോൾ അന്ത്യകർമ്മങ്ങൾ നടത്താൻ തുടങ്ങിയാണ്. എന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ട മകളുടെയും എല്ലാവരുടെയും നെഞ്ചോടുരുട്ടേണ്ടി വന്ന നിർഭാഗ്യവാനാണ്
എന്റെ ആത്മാവിന്റെ വിശപ്പകറ്റാൻ, എന്റെ പിണ്ടച്ചോറ് കിട്ടാൻ എനിക്ക് ഇനി ആരുണ്ടോ? നമ്മുടെ ആദ്യം വ്യാധിയും കണ്ട് പൊട്ടിച്ചിരിക്കാൻ അവൻ എവിടെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. അല്ലേടോ, പറ്റിച്ചേ എന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ ഉയർത്തെഴുന്നേറ്റ് വരുമായിരിക്കും. രാത്രിയിൽ തന്നെ വിധവയാകേണ്ടി വന്നവളാണേ. എന്റെ വൈദ്യുതി അകറ്റാൻ എളുപ്പമാണ്. കാരണം നിന്റെ യൗവനവും ജീവിതവും ഇനിയും ബാക്കിയാണ്. അനിയൻകുട്ടനെന്ന എന്റെ മനസ്സിലെ വലിയ മുഴുവൻ കാലം വായിച്ചു കഴിയുമ്പോ മറ്റൊരാളുടെ താരിച്ചരട് ഏറ്റുവാങ്ങാൻ നിന്റെ മനസ്സ് ഈ മുത്തച്ഛനെ നിന്റെ മനസ്സിൽ നിന്നും നീ എവിടെയായിരുന്നാലും ഈ പൂപ്പിന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ ഓടിയെത്തണം. കുടുംബത്തിന്റെ മരുമകളായി മനസ്സിൽ സങ്കല്പിച്ച് കൈപിടിച്ച് കയറ്റിയതാണ് നീ. ഇല്ല അപ്പൂപ്പ, അങ്ങയുടെ മരണം വരെയല്ല, എന്റെ മരണം വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അയ്യൻകുട്ടന്റെ ഓർമ്മകളുടെ ജപമാലയിൽ കഴിച്ചുകൊണ്ട് അതുവരെ തിരക്കി വീടല്ലേ അപ്പൂപ്പ. ആലോചിച്ച് തീരുമാനിക്കും. തൽക്കാലം സാരേ, ഇവിടെ എന്റെ കൂടി എനിക്ക് ചില കാര്യങ്ങൾ വലിയ കുട്ടികളോട് സംസാരിക്കാം. ചേറുണ്ണിയോട് പോകാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്ന കാര്യം ചേറുണ്ണി കുടിക്കുക. അല്ല, എന്താ അങ്ങയുടെ സംസാരത്തിൽ ഒരു ഔപചാരികത? ഔപചാരികത ഔദ്യോഗിക. കുറച്ചു മുമ്പ് ശ്രീ അരവിന്ദാക്ഷൻ എന്നെ വിളിച്ചു. അനിയൻകുട്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. അനിയൻകുട്ടിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല, മാരകമായ വിഷപ്പൊളിച്ചതാണ് അനിയൻകുട്ടിന്റെ അവിചാരിത മരണം. അതെങ്ങനെ? അത് തന്നെയാണ് എന്റെ ചോദ്യം. അതെങ്ങനെ? അത് എങ്ങനെ സംഭവിച്ചു? ഈ വീട്ടിലറിയാതെ അനിയൻകുട്ടിനുള്ളിൽ എങ്ങനെയാ മാരക വിഷം എത്തിച്ചത്? മാരക വിഷമുള്ള ഒരാൾ, മാന്ത്രിക വൈദ്യുതിയുള്ള ഒരാൾ തന്നെ വിഷമെടുത്ത് കഴിച്ച് ആത്മഹത്യ, ഒന്നുകിൽ അബദ്ധവശാൽ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു. ആദ്യത്തേന് അവിടുത്തെ ആ സാഹചര്യത്തിൽ അതിന് യാതൊരു സാധ്യതയില്ല. അപ്പോ പിന്നെ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഈ വീട്ടിലുള്ള ആരോ അനിയൻകുട്ടന് വിഷമെടുത്തു കൊടുക്കുന്നു എന്ന്. എങ്കിൽ അവനായിരിക്കും ഭ്രാന്തൻ കരുണാകരൻ കപ്പിത്താൻ. മക്കളുടെ മുറിയുടെ അടുത്ത് അവൻ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അവന്റെ ഒരു കൈ ജനലിലൂടെ അകത്തേക്ക് ഇട്ടിരുന്നു, അത് ഞാൻ കണ്ടതാ. എങ്കിൽ അവൻ തന്നെ എന്റെ കുഞ്ഞിനെ കൊന്നത്. ഭക്ഷണത്തിൽ വിഷം കലർത്തി ജനലിലൂടെ കാണിച്ച് പ്രലോഭിപ്പിച്ച് അവനെ കഴിപ്പിച്ചിട്ടുണ്ടാകും. അതെ, അവനാ എന്റെ കുഞ്ഞിനെ കൊന്നത്. അത് കൊള്ളാം. ഒരു ഭ്രാന്തിന്റെ നിലയിൽ ആ പാവാരം ഏറ്റു വെച്ചിട്ട് തടി തപ്പാമെന്നല്ലേ, തലയൂരാമെന്നല്ലേ? ഒരു ഭ്രാന്തനായതുകൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്നുള്ള പേടിയും വേണ്ടല്ലോ. ആ, അതിരിക്കട്ടെ. അനിയൻകുട്ടിയും സുരമയും കിടന്നിരുന്ന മണികൾ താങ്കൾ പോയിരുന്നു. ഏതോ അമ്പലത്തിൽ നടത്തിയ വഴിപാട് വായിച്ച് നിങ്ങൾ അനിയൻകുട്ടിന് കൊടുത്തു. ആദ്യ രാത്രിയിൽ മണികളെ കൊണ്ടുപോയി വഴിപാട് വായിച്ചാൽ കൊടുക്കുമ്പോ അത് വധുവിനും വരനും ഒരുപോലെ കൊടുക്കേണ്ടത്. പിന്നെന്താ വരനും മാത്രമായി കൊടുത്തത്? അല്ല സാർ, എനിക്ക് അങ്ങനെ കൊടുക്കാനാപ്പോ തോന്നിയത്. ഏതോ അമ്പലത്തിൽ നടത്തിയ വഴിപാട് വായിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ സുരഭിച്ചു കൊടുത്തില്ല? അപ്പോൾ അങ്ങനെ ചെയ്യാനേ എനിക്ക് തോന്നിയത്. അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത് വിശദീകരിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. അത് തന്നെയാണ് അതിന്റെ ദുരൂഹത, അതിന്റെ യാഥാർത്ഥ്യം. എന്ത് ദുരൂഹത, എന്ത് യാഥാർത്ഥ്യം? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൊച്ചുമകനെ കൊന്നു എന്ന യാഥാർത്ഥ്യം. ആവശ്യം പറയരുത്.
മനുഷ്യനായി പോയി. ഇല്ലെങ്കിൽ ഈ നാവ് നിരത്തിലും ഉരുണ്ടേ. എരുടി, സത്യം പറയുന്നത് എന്റെ നാവിനെ നിങ്ങൾക്ക് പിടിച്ചു കളയാൻ പറ്റും. നിയമത്തിന്റെ നാവിനെയും ചൂണ്ടാനി വരലെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവരിങ്ങെത്തും. തെളിയിച്ചോ? സർവശക്തിയെ സംബന്ധിച്ച് നിയമത്തിന്റെ മുന്നിൽ നിങ്ങളെ നിരപരാധിത്വം. അക്ഷരമാക്കുന്നത് ഇദ്ദേഹം ജീവിതത്തിൽ സ്നേഹിച്ച അനിയൻകുട്ടിനെ കൊല്ലൂ. എന്തിനു വേണ്ടി കൊല്ലണം? എന്റെ മോളെ, എന്റെ സുരഭി വളരട്ടെ. ഇയാളുടെ സ്ത്രീലവൃത്തം പരസ്യമായ രഹസ്യമല്ലേ? ഈ പ്രായത്തിലും തിളച്ച് മതിച്ച് വളച്ചു വളരുകയല്ലേ? വാർദ്ധക്യത്തിൽ നിൽപ്പത്തിലുള്ള ആവേശം, കാമാവേശം. കയ്യാമം വെക്കരുത്. കപ്പിത്താനത്തിന്റെ കയ്യിൽ നല്ല കമ്മീഷൻ. ഏതൊരു നീചകൃത്യത്തിനും തിരിച്ചടിയായി ദൈവം ഒരു തെളിവ് അടയാളം അവശേഷിപ്പാക്കി വെക്കും. ഇതാ ദൈവത്തിന്റെ ആ അടയാളം. തൂത്തുവാരുന്നതിനിടയിൽ എനിക്ക് കിട്ടിയ അലക്ഷ്യമായി വരച്ചെന്ന ഈ വിഷക്കുപ്പി അനിയൻകുട്ടിന് ജീവിതം കൊടുക്കാനെത്തിയ മഹാഭാവി തന്നെയാണ് അവന്റെ ജീവനെടുത്ത കൊലപാതകൻ. തന്റെ കൊലപാതകം അറിയിക്കേണ്ട ഫോണിലൂടെ വിളിച്ചറിയിക്കുന്നത് ഈ കാതുകൊണ്ട് ഞാൻ കേട്ടു. ദേവതത്തിനെന്ന കാതുവിനോട് സുരഭി എന്ന കുടുംബച്ചകി തന്റെ മകൻ. ആദ്യ രാത്രി നടന്ന എന്താണെന്ന് അറിയാമോ? ആ പാവരാത്രി എന്തിനാ ഇതൊക്കെ? ഈ മുല്ലപ്പൂ ഇങ്ങനെ ചുറ്റി സുരഭി കുട്ടി വരുമ്പോ ഇങ്ങനെ എന്നിട്ട് സുരഭി കുട്ടി കൊണ്ടുവരുന്ന പാല് വാങ്ങിയിട്ട് ഈ മുല്ലപ്പൂവും സുരഭി കുട്ടിയുടെ മുടിയിൽ ചൂടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ പാലിന്റെ പകുതി മാത്രമേ കുടിക്കാവൂ. ബാക്കി പകുതി ആർക്ക് കൊടുക്കും? ഒരൊറ്റ സുരഭി കുട്ടിക്ക് കൊടുക്കണം. കുട്ടിക്ക് ഞാനിവിടെ ഒന്ന് വൃത്തിയാക്കാൻ വന്നത്. വൃത്തിയാക്കി വെക്കാൻ മതി. പോവാൻ എന്താണെന്ന് വട്ടക്കാരൻ പറഞ്ഞ കേട്ടില്ലേ? മോനെ, നീ വന്നേ മോനെ. മോന്റെ നല്ല ഭാവിക്ക് വേണ്ടി മോന്റെ അച്ഛനമ്മമാരെയും നമ്മുടെ ധർമ്മദീപങ്ങളെയും സാക്ഷ്യം കിട്ടി നടത്തിയ പ്രസാദമാണ്. അവർക്ക് കഴിക്കേ. എന്തിനാ അപ്പ സുരഭിക്കുട്ടി വരത്തില്ലേ? മോനെ, ആ മധുരം കഴിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നു മോൻ ഈ മധുരം കഴിക്കണം. എന്റെ മോനെ ആരും ഒന്നും ചെയ്യില്ല. മോന്റെ അച്ഛനമ്മമാർ മോന്റെ കാവലുണ്ട്, വരദേവന്മാര് കാവലുണ്ട്. ഈ അപ്പൂപ്പൻ ജീവനോടെ ഇല്ലേ? ആരും മോനെ ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ടിരിക്കേ.
ഇവന്റെ തലച്ചോറ് നിറയെ കളിമണ്ണാണ്. എന്നാൽ ഞാൻ പറയുന്നു, ഇവന്റെ തലച്ചോറ് നിറയെ സ്നേഹമാണ് മോളെ, കളങ്കമില്ലാത്ത സ്നേഹം. ആ സ്നേഹത്തെ ഞാൻ എന്റെ മോളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഒരിക്കലും കൈവിടരുത് മോളെ. ഇല്ല അപ്പൂപ്പ, അനിയൻകുട്ടൻ എന്ന ഈ സ്നേഹത്തെ എനിക്ക് വേണം. എനിക്ക് ജീവിക്കണം. എന്റെ ആഗ്രഹം സഫലീകരിക്കണം. മോളെ, അതൊരു സന്തോഷം. നീ പോയി തുടങ്ങാൻ. സുരഭിക്കുട്ടി, സുരഭിക്കുട്ടിയുടെ മുടിയില് അനിയൻകുട്ടൻ മുല്ലപ്പൂ ചൂടിച്ചേർത്തേ. അനിയൻകുട്ടൻ ഈ മുല്ലപ്പൂ ചൂടിക്കുമ്പോൾ ഞാൻ അനിയൻകുട്ടൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. കഥയോ? കഥ അനിയൻകുട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. പറ കഥ പറ. പറയാം. ആദ്യം മുല്ലപ്പൂ ചൂടിക്ക്. എന്തു നീ ഒരിടത്തൊരിടത്ത് പൂത്തുമ്പി പോലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്കൊരു പ്രണയവും ഉണ്ടായിരുന്നു. അവൾ പ്രണയിച്ച രാജകുമാരന്റെ പേരാണ് ദേവദത്തൻ. അവനില്ലാതെ അവൾക്കും അവളില്ലാതൊരു ജീവിതം അവനും സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, ആ പാവം പെൺകുട്ടിക്ക് ഒരു ജാതകദോഷം. അവളുടെ ആദ്യ വിവാഹത്തിന് ആയുസ്സില്ലെന്ന് അവളെ മിന്നി ചാർത്തുന്ന പുരുഷന് ദാരുണ മരണമാണത്രേ വിധി. രണ്ടാം വിവാഹമേ ശാശ്വതമാവൂ എന്ന്. അപ്പോൾ പിന്നെ എന്താ ചെയ്യാ? മറ്റൊരാളെ ആദ്യം വിവാഹം കഴിക്കുക, അയാളെ മരണത്തിന് എറിഞ്ഞു കൊടുത്തിട്ട് സ്വപ്നകാമുകനെ രണ്ടാമത് വരിക്കുക. അങ്ങനെയല്ലേ അനിയൻകുട്ട ചെയ്യേണ്ടത്? അവൾക്ക് അവളുടെ ജീവിതമല്ലേ അനിയൻകുട്ട വലുത്. അവളുടെ ജീവിതം മാത്രം. അനിയൻകുട്ടൻ അറിയത്തില്ലേ? അനിയൻകുട്ടൻ ഉറക്കം വരുന്നു. ഈ രാത്രി ഉറങ്ങാനുള്ളതല്ല. ഈ പായോടില്ലേ? എനിക്ക് വേണ്ട, മുഴുവനും എന്റെ അനിയൻകുട്ടൻ പിടിച്ചോ. സുരഭിക്കുട്ടി, പാലേ മതിലോ അത്രയ്ക്ക് ഇഷ്ടമാണ് അനിയൻകുട്ടൻ. സുരഭിക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടം. ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സുരഭിക്കുട്ടി, അനിയൻകുട്ടിന് ഉറക്കം വരണമെങ്കിലേ അനിയൻകുട്ടി ഒരു പാട്ട് പാടി തരാമോ? സുരഭിക്കുട്ടി പാടുമ്പോ അനിയൻകുട്ടനും കൂടെ പാടുവോ? നിലവിന്റെ കായലിൽ നിലയുള്ള കായൽ കനവിന്റെ ചന്ദന കയ്യോടം ഒരു കനവിന്റെ സുന്ദര കയ്യോടം കളിവെള്ളമെന്റെ കള്ളാത്തു കായലിനക്കരെ പോകേണ്ടേ. കളിവെള്ളമെന്റെ കള്ളാത്തു കായലിനക്കരെ പോകേണ്ടേ. നീലക്കായലിനക്കരെ പോകേണ്ടേ. നിലവിന്റെ കായലിൽ നിലയുള്ള കായൽ കനവിന്റെ ചന്ദന കയ്യോടം ഒരു കനവിന്റെ സുന്ദര കയ്യോടം. കാറ്റും മഴയും വരുന്നു
ആദിത്തോണിയെ കണ്ണിന്റെ മണി പോലെ കാത്തോളാം, എന്റെ കണ്ണിന്റെ മണി പോലെ കാത്തോളാം. നിലവിന്റെ കായൽ നിലയില്ല കായൽ കനവിന്റെ ചന്ദന കളിയോടം ഒരു കനവിന്റെ സുന്ദര കളിയോടം. സുരകുടി വാ വാ വാ, അനിക്കുട്ടി എന്താ പറയുക തോന്നുന്നു? സുരകുടി വാ വാ. അയ്യോ അനിക്കുട്ടി വയ്യേ. അപ്പൂപ്പാ, ശരാവച്ചി, അമ്മേ അമ്മേ അമ്മേ. വിധവയായി കപ്പിത്താൻ കൊട്ടാരത്തിൽ എനിക്ക് കഴിഞ്ഞേ പറ്റൂ. എന്റെ ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി അന്ധവിശ്വാസത്തിന്റെ മാറാല മൂടിയ കപ്പിത്താൻ കുടുംബത്തിലേക്ക് വലതുകാൽ ചവിട്ടി കയറി വന്നത് മറ്റൊരു അന്ധവിശ്വാസം. ആ കൊടിയ അന്ധവിശ്വാസം ഞെരിച്ചമർത്തിയത് ഒരു നിഷ്കളങ്ക യൗവനത്തെ. സാക്ഷരതയിൽ, വിജ്ഞാനത്തിൽ, സാങ്കേതിക അഭ്യുത്ഥാനത്തിൽ കൊടുമുടികൾ കയറിയെന്ന് അഹങ്കരിക്കുന്ന നാം എങ്ങനെയാണ് അന്ധവിശ്വാസത്തിന്റെ അടിമകളായി മാറിയത്? അവരെ കാണേണ്ട പോലെ ഒന്ന് കാണണ ദേവ. ഇവിടെ വരാനും ഇവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടാനും അവരാ നമുക്ക് സഹായമായത്. അവരൊരു അധിക താരമാണെങ്കിലും ശരിക്കും അവരാ നായിക. പണ്ടെങ്ങോ അവരെ ചതിച്ചിട്ട് പോയ, ഒപ്പം അവരുടെ അനിയത്തിയെയും എല്ലാവരെയും ചതിച്ചിട്ട് പോയ കപ്പിത്താനോടുള്ള വിരോധം നമുക്ക് സഹായമായത്. പ്ലീസ്, സംഭവം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയില്ലേയുള്ളൂ. ഞാനിവിടെ വിധവാവേഷം നന്നായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക. എല്ലാം നിനക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടിയല്ലേ? ശരിയാ ശാരദ വെച്ച്,
നിനക്കേ അത് പറയാൻ പറ്റും. നിന്റെ ദേവദത്തിനുമായിട്ട് ജീവിക്കാൻ, എന്റെ അനിയൻകുട്ടിനെ ഒഴിവാക്കാൻ, എന്റെ കുഞ്ഞിന് നിന്റെ ഭർത്താവിന് നീ കൊടുത്ത കൊടിയ വിഷം. എന്റെ പൊന്നും കൊണ്ട് ആത്മാവാടി ഈ സത്യം കേൾപ്പിക്കാൻ എന്നെ ഈ നിമിഷം ഇവിടെ എത്തിച്ചത്. ഏതൊരു കുറ്റവാളിയും കുറ്റം ചെയ്തിട്ട് മറയ്ക്കാനാവാത്ത തെളിവ് ബാക്കി വെച്ചിരിക്കും. ദൈവത്തിന്റെ അദൃശ്യമായ കരസ്പർശമുള്ള വലിയൊരു തെളിവ്. അതാണ് ഇത്. പറ, പ്രസവിച്ചിട്ടില്ലെങ്കിലും 1000 അമ്മമാരുടെ പേറ്റ് നോവിന്റെ ശക്തിയുണ്ട്. വിദ്യാഭ്യാസം സംസ്കാരത്തിന്റെ ഉന്നതിയിലെത്തിയിട്ടും ജാതകദോഷമെന്ന അന്ധവിശ്വാസത്തിന്റെ പേരിൽ മകളെ ഒരു കൊലപാതകയാക്കാൻ കൂട്ടുനിന്ന താനൊരു അമ്മയുടെ വയറ്റിൽ ജനിച്ചവനല്ലോടോ. ഇതൊന്നും ഒരു വിധിയല്ല, സ്വയം വരുത്തി വെച്ച വിധിയാ. ഈ ശാരദ ഒഴിച്ച് എത്ര പെണ്ണുങ്ങളെ ബാക്കാണോ തന്റെ തലയിൽ? 1000, 10,000, അതോ അതിനപ്പുറവും? സ്വന്തം മകളുടെ കർമ്മം ചെയ്യേണ്ടി വന്നത് എനിക്ക്. ഇപ്പതേ കൊച്ചുമോന്റെയും ഈ കണ്ണീർ കടൽ കടക്കാൻ തോണിയിൽ തുഴയില്ല നിൽക്കുന്ന തന്നെ കാണുമ്പോൾ ഈ ശാരദയ്ക്ക് വല്ലാത്തൊരു എനിക്ക് മോക്ഷം കിട്ടുക? ഏത് ശക്തിയോട് കേളപേക്ഷിച്ചാലാ എനിക്ക് ശാപമോക്ഷം കിട്ടുക? ഞാൻ കണ്ട സ്ത്രീ എന്ന മഹാപുണ്യമേ, മാപ്പ് മാപ്പ്. എന്റെ പൊന്നനിയ, ഭ്രാന്തൻ കരുണോ, എല്ലാം മറക്കാൻ എനിക്ക് നിന്റെ ഭ്രാന്തി തിരിക്കണം. ജീവിതമാകുന്ന കടലിന്റെ ചുടിയും മലരിയും കാണാത്ത കപ്പിത്താന്റെ ജീവിതയാത്ര ഇവിടെ ഇങ്ങനെ.